ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കും കൂടിയാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഈ പീരീഡ്സിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെയൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാനും അതൊന്ന് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള മൂഡ് ട്രാക്കറാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 3 A4 ഷീറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. A4 ഷീറ്റ് എടുത്ത് കുറുകെ 4 മടക്കുക. ഈ ഓരോ മടക്കിലും ഓരോ മന്തിൻ്റെയും പേര് എഴുതി കൊടുക്കുക. അങ്ങനെ 12 മന്ത്സും നമുക്കിത് ഉൾപ്പെടുത്താൻ പറ്റും. ഇനി ഓരോ മന്ത്സിലും 3 മൂൺസ് ഉൾപ്പെടുന്ന 4 നിരയായിട്ട് മൂൺസിനെ വരച്ചെടുക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് സാധാരണ മൂഡ് ട്രാക്കിങ് ചെയ്യുന്ന പോലെ ചെയ്യാം. പക്ഷേ പീരീഡ്സിൽ കുറച്ചുകൂടി സ്പെഷ്യലാണ്. നമുക്ക് മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം തന്നെ ഒന്നിലധികം മൂഡിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻസ് കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂൺ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ മൂൺ സൈക്കിൾ വളരെ യുണീക്കാണ്. അതുപോലെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതുപോലെ പീരീഡ് സൈക്കിളും ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ചിലർക്ക് മൂഡ് സ്വിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ പീരീഡ്സിന് മുമ്പായിരിക്കാം. ചിലർക്ക് അത് എൻഡ് ചെയ്തതിന് ശേഷവും കണ്ടിന്യൂസ് ആയിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിനിമം 12 മൂൺസ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ 8 മൂൺ ഫേസിലൂടെയാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. ഓരോ മാസത്തെ മൂൺസിനെയൊക്കെ വരച്ചു കൊടുത്ത ശേഷം നമുക്ക് ആ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് നമ്മളിതിൻ്റെ ഈ സൂചകങ്ങൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മൂൺ ഫേസ് ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോ ഫേസിലും എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ആ ഒരു ഇമോഷൻസും കൂടി സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൂൺ സൈക്കിളിൻ്റെ ഓരോ ഫേസിൻ്റെയും പേര് നമുക്ക് ഇതിനകത്ത് ആ മന്തിൻ്റെ താഴെയായിട്ട് എഴുതി കൊടുക്കാം. ഓരോ മാസവും പീരീഡ്സിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സിൽ ഇതിൽ ഏതൊക്കെ ഇമോഷൻസ് നമുക്ക് വന്നു പോയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓരോ ഇമോഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മൂൺ ഫേസ് നമുക്ക് ആ മാസത്തിൽ എത്ര തവണ വന്നു എന്ന് നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ കൗണ്ട് അനുസരിച്ചാണ് നമ്മൾ താഴെ ഒരു റിപ്പോർട്ട് എഴുതുന്നത്. ഇനി എന്തിനാണ് ഈ പീരീഡ്സിലെ മൂഡ് സ്വിങ്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, അതുപോലെ അത് റിപ്പോർട്ടാക്കി വെക്കുന്നത്? ഇതൊക്കെ നാച്ചുറൽ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. പീരീഡ്സിൻ്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പോലുള്ള സെക്ഷൽ ഹോർമോൺസ് ഒക്കെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ സെറോട്ടോണിൻ്റെയൊക്കെ ഉൽപ്പാദനം വളരെയധികം കുറയും. അതുപോലെ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യും. അത് കാരണം നമുക്ക് ഈ മൂഡ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൂഡിനെയൊക്കെ ഒന്ന് ഡൗൺ ആക്കി വെക്കാനായിട്ട് ഇത് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ മൂഡിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറും. ഇതുകൊണ്ടാണ് നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഇത് ഒരു പരിധി വരെ ഹോർമോണലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, വെള്ളം കുടിക്കുന്നത് കുറവ്, അതുപോലെ നമ്മുടെ മാനസികാരോഗ്യത്തിന് അധികം പ്രാധാന്യം കൊടുക്കാത്തത്, ഇതൊക്കെ നമ്മുടെ പീരീഡ്സിനെ എക്സ്റ്റേണലി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പീരീഡ്സിനെ മാത്രമല്ല, പീരീഡ്സിൻ്റെ മൂഡ് സ്വിങ്സിനെ. നോർമലി ആങ്സൈറ്റിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളാണെങ്കിൽ തന്നെ പീരീഡ്സിൻ്റെ ആ ഒരു സ്റ്റേജിൽ ഈ ഒരു ഇമോഷണൽ ഫ്ലക്ച്വേഷൻ വളരെയധികം കൂടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂഡ് സ്വിങ്സ് ഒന്ന് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോർമലി ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സും അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതും, അതുപോലെ ഇങ്ങനെയുള്ള ആങ്സൈറ്റി പോലുള്ള സ്റ്റേജിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൊക്കെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് ഈ മൂഡ് ഫ്ലക്ച്വേഷൻ എങ്ങനെ ഉണ്ട് എന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കാനും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നമുക്ക് ചുറ്റിനുള്ളവർക്ക് ഈ മൂഡ് സ്വിങ്സ് ഒന്നും കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല. നമുക്ക് അവർക്ക് അവയർനെസ് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ മൂഡ് സ്വിങ്സ് ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മളുമായിട്ട് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. എസ്പെഷ്യലി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇത് നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് അതൊന്ന് കൺട്രോളിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.